പതിവായി കണ്ണെഴുതുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. കണ്ണെഴുതാതെ പുറത്തു പോകുന്നതിനെക്കുറിച്ച് നമ്മളിൽ പലർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല, അല്ലേ? കണ്ണെഴുതിയാൽ കണ്ണിന്റെയും മുഖത്തിന്റെയും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനപ്പുറം മുഖത്തിന് ആകെ ഒരു ഉഷാറ് കിട്ടും എന്നുള്ളതാണ് പലരും പറയുന്നത്. കണ്ണെഴുതിയില്ലെങ്കിൽ പനി പിടിച്ച പോലെ ഉണ്ടാകുമെന്ന് കരുതുന്നവരും ചുരുക്കമല്ല. പക്ഷേ പതിവായി ഇങ്ങനെ കണ്ണെഴുതിയാൽ കണ്ണ് തന്നെ അടിച്ചു പോകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ കൺമഷികളുടെ കാലം കഴിഞ്ഞു. പല തരത്തിലുള്ള കാജലുകളും ഐ ഷാഡോ മസ്കാരയും ഒക്കെ വിപണി ഭരിക്കുന്ന കാലമാണ്. പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ പോലും നമുക്കെല്ലാം ഓരോ ഒക്കേഷൻ അനുസരിച്ചും ഐ മേക്കപ്പ് ചെയ്യാൻ അറിയാം. അതിന് ബ്യൂട്ടി വ്ളോഗുകൾക്ക് വലിയ പങ്കുണ്ട്. ദിവസവും പല കളറുകളിലുള്ള പല രൂപത്തിൽ ഭാവത്തിലൊക്കെയുള്ള ഐലൈനറുകളും കാജലുകളും ഒക്കെ വിപണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവയുടെ സ്ഥിരമായ ഉപയോഗം നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിയെ തന്നെ ബാധിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. കാജൽ സ്റ്റിക്ക് പോലുള്ള ന്യൂജൻ കൺമഷികളിൽ ലെഡ് എന്ന രാസവസ്തുവാണ് കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപയോഗിച്ച് സ്ഥിരമായി കണ്ണെഴുതുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിനും വരെ കാരണമാകുന്നു. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് വസ്തുക്കളിലെല്ലാം മെർക്കുറി അടങ്ങിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് 1 ദശലക്ഷത്തിൽ 65 ഭാഗങ്ങളിൽ സാന്ദ്രതയിൽ താഴെയാണെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ മെർക്കുറി അനുവദനീയമാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് വസ്തുക്കളിൽ ഈ അനുവദിച്ച അളവിനും മുകളിലാണ് മെർക്കുറിയുടെ സാന്നിധ്യം. മെർക്കുറിയുടെ കൂടിയ അളവ് കാലക്രമേണ അന്ധതയ്ക്ക് പോലും വഴിവെക്കുമെന്നാണ് നേത്രരോഗ വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ കാലതാമസം എടുക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയാൽ മാത്രമേ പലപ്പോഴും നമ്മൾ അറിയുന്നുള്ളൂ എന്നതാണ് കാര്യം. എന്നാൽ മെർക്കുറിയുടെ അളവ് എല്ലാ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകളിൽ ഒരുപോലെയാകില്ല. അതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡ് നോക്കി ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമുണ്ടാകില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പല ക്രീമുകളിലും ഈ മെർക്കുറിയുടെ അമിത സാന്നിധ്യമുണ്ട്. ഇതിന്റെ ദീർഘകാല ഉപയോഗം ഹൈപ്പർ പിഗ്മെന്റേഷൻ, ചുവപ്പ് അല്ലെങ്കിൽ ചർമ്മത്തിൽ ചുണങ്ങ് എന്നിവ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഐ മേക്കപ്പിന്റെ കാര്യമെടുത്താൽ അല്പം ശ്രദ്ധിച്ചാൽ കണ്ണിനുള്ളിലേക്ക് ഈ മെർക്കുറി പോകാതെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ശ്രദ്ധിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ഒഴിവാക്കാം. പക്ഷേ നമ്മളിൽ മിക്കവരും കണ്ണിനുള്ളിൽ തന്നെയാണ് കാജൽ ഉപയോഗിക്കുന്നത്. ഐലൈനറും കാജലും നിങ്ങൾ കണ്ണിനുള്ളിൽ പുരട്ടുകയോ അല്ലെങ്കിൽ അതിനോട് വളരെ അടുത്തോ പുരട്ടുകയോ ചെയ്താൽ അത് കണ്ണിൽ അടിഞ്ഞുകൂടാൻ ഇടയുണ്ട്. ഇത് കൃത്യമായി നീക്കം ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഇത് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു. ഇത് കണ്ണിലെ അണുബാധകൾക്കും തകരാറുകൾക്കും കാരണമാകുന്നു. മാത്രവുമല്ല കണ്ണിനടിയിൽ കറുപ്പുണ്ടാകാനും ഇടയാക്കുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുൻപ് എത്ര റിമൂവ് ചെയ്താലും കണ്ണിൽ കൺമഷി അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിന്റെ പല വൈകല്യങ്ങളുമായി ഐ മേക്കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നു. കാജലിൽ അടങ്ങിയിട്ടുള്ള ലെഡ് കണ്ണുനീർ ഗ്രന്ഥികളെ ദോഷമായി ബാധിക്കുന്നു. ഇത് കണ്ണിന്റെ ഉപരിതലത്തിലെ ഈർപ്പവും ലൂബ്രിക്കൻസും നശിപ്പിക്കുന്നു. ഇത് കണ്ണുകൾ വരളാനും കണ്ണിന് ചൊറിച്ചിൽ, വേദന പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയാക്കുന്നു. പിന്നീട് കണ്ണുകളിലേക്കുള്ള രക്തയോട്ടത്തെ വരെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലേക്ക് എത്തുമെന്നും നാഡീവ്യൂഹം തകരാറിലാക്കാൻ ഇത് വഴിവെക്കുമെന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബാക്ടീരിയ അണുബാധ പകരുന്നത് എളുപ്പമായതിനാൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുമായോ സഹോദരിയുമായോ പോലും ഐ മേക്കപ്പ് പ്രൊഡക്ട്സ് പങ്കിടാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. കണ്ണിനുള്ളിലോ ആന്തരിക പാളിയിലോ ഏതെങ്കിലും തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ കോണ്ടാക്ട് ലെൻസ് ധരിക്കുകയാണെങ്കിൽ. നിങ്ങൾക്ക് കണ്ണിന് അണുബാധയുണ്ടെങ്കിൽ മേക്കപ്പ് ഒന്നും ഉപയോഗിക്കരുത്. കാരണം ഇത് കണ്ണിനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും കൂടുതൽ അണുബാധയിലേക്ക് നയിക്കുകയും ചെയ്യും. ഡേറ്റ് എക്സ്പയർ ആയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് ഒരു പൊട്ടോ പൊടിയോ പോലും അവശേഷിപ്പിക്കാതെ ഐ മേക്കപ്പ് റിമൂവ് ചെയ്യുക. ഒരു നല്ല മേക്കപ്പ് റിമൂവർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അണുബാധയ്ക്കുള്ള സാധ്യത ഒഴിവാക്കാൻ ഉപയോഗത്തിന് ശേഷം എല്ലായ്പ്പോഴും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അടച്ചു വയ്ക്കുക. മേക്കപ്പ് അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ നിങ്ങളുടെ കണ്ണുകളെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഉപയോഗം നിർത്തുക. നിങ്ങൾ വാഹനത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും കണ്ണിൽ മേക്കപ്പ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ കണ്ണിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്താൻ ഒരൊറ്റ ബമ്പോ ഗട്ടറോ മതി. ഇനിയിപ്പോൾ മെർക്കുറിയുടെ അളവ് കുറഞ്ഞ മേക്കപ്പ് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണോ ആലോചിക്കുന്നത്? നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയാൽ മതി. മെർക്കുറി ഇല്ലാത്ത പ്രൊഡക്ട്സും നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. ഇനി കണ്ണിനുള്ളിൽ എഴുതാൻ വളരെ നാച്ചുറലായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് ഈ കൺമഷി. അതെങ്ങനെയെന്ന് കൂടി നമുക്ക് നോക്കാം.
പഞ്ഞി 4 ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി കൈകൊണ്ട് ഇത് അല്പം വിടർത്തി അതിനുള്ളിൽ ജീരകം ഇടുക. ഇങ്ങനെ 4 ചെറിയ കഷ്ണങ്ങളായ പഞ്ഞിയും കൈവിരലുകളുടെ നീളത്തിൽ തിരിപോലെ എടുത്ത് ഉള്ളിൽ ജീരകം നിറയ്ക്കാം. ഇനി ഇത് ചെറിയ മൺവിളക്കിലിട്ട് കടുകെണ്ണ ഒഴിച്ച് തിരി കത്തിക്കുക. ഇതിൽ നിന്നുള്ള കരി ലഭിക്കാനായി 4 ഗ്ലാസിന്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം കമിഴ്ത്തി വെച്ച ശേഷം തിരി മുഴുവൻ കത്തിത്തീരാൻ അനുവദിക്കുക. തിരി കത്തിത്തീരുമ്പോൾ കരി പാത്രത്തിൽ പിടിച്ചിരിക്കുന്നത് കാണാം. ഇത് പതുക്കെ ചുരണ്ടിയെടുത്ത ശേഷം ഒരു കൊച്ചു കുപ്പിയിലേക്ക് മാറ്റി അല്പം നെയ്യ് കൂടി ചേർത്ത് ഇളക്കി വെക്കുക. കുഞ്ഞുങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ഈ നാച്ചുറൽ കൺമഷി എഴുതുന്നത് കണ്ണിന് കുളിർമയും കാഴ്ച നിലനിർത്തുന്നതിനും വളരെയധികം സഹായിക്കുമെന്നും പറയുന്നു.